2014 മാർച്ച് 8 പുലർച്ചെ 12 മണിക്ക് മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നും ബെയ്ജിംഗിലേക്ക് യാത്ര ആരംഭിക്കാൻ നിൽക്കുകയാണ് മലേഷ്യൻ വിമാനമായ MH370. 227 യാത്രക്കാരും 10 ഫ്ലൈറ്റ് അറ്റൻഡേഴ്സും 2 പൈലറ്റുമാരും അടങ്ങുന്ന ആ വിമാനത്തിൽ മൊത്തത്തിൽ 239 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യം പുലർച്ചെ 12 മണിക്ക് തന്നെ സാധാരണ വിമാനങ്ങൾ എന്ന പോലെ തന്നെ ആ MH370 എന്ന വിമാനവും ആകാശത്തേക്ക് പറന്നുയർന്നു. പതിയെ ആ വിമാനം ഉയരങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ വിമാനം മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളിന്റെ പരിധിയിൽ നിന്നും ആശയവിനിമയം നിർത്തിക്കൊണ്ട് വിയറ്റ്നാം എയർ ട്രാഫിക് കൺട്രോളിന്റെ പരിധിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ പൈലറ്റായ സെഹ്റിൻ ഷായ്ക്ക് ഒരു സന്ദേശവും വന്നു. മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളിന്റെ ഭാഗത്തു നിന്നായിരുന്നു ആ സന്ദേശം, ഗുഡ് നൈറ്റ് 370. എന്നാൽ ഈ സന്ദേശത്തിന് യാതൊരു മറുപടിയും ലഭിച്ചിരുന്നില്ല. പുലർച്ചെ 1 മണി ആയപ്പോഴേക്കും വിമാനം ഏകദേശം 33,000 അടി ഉയരത്തിലെത്തിയിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. MH370 റഡാർ സ്ക്രീനുകളിൽ നിന്നെല്ലാം ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. റഡാർ സ്ക്രീനുകളിൽ MH370 എന്ന് തോന്നിക്കാവുന്ന യാതൊരു ചിത്രവും തന്നെ കാണപ്പെടുന്നില്ല. സിഗ്നലുകളിൽ MH370 പറ്റി യാതൊരു കാണിക്കുന്നില്ല. എവിടെ പോയി MH370? വിമാനത്തിൽ എന്തെങ്കിലും ടെക്നിക്കൽ തകരാറായിരിക്കും കാരണം എന്ന് വിചാരിച്ചുകൊണ്ട് മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോൾ ആശ്വസിച്ചു. അവർ കാത്തിരിപ്പ് തുടങ്ങി. സമയം പുലർച്ചെ 6:30. ബെയ്ജിംഗിലെ വിമാനത്താവളത്തിൽ MH370 എന്ന വിമാനം എത്തേണ്ട സമയം ആയിരിക്കുന്നു. പക്ഷേ എത്രയൊക്കെ കാത്തിരുന്നിട്ടും MH370 അവിടെ എത്തിച്ചേർന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. അതെ, MH370 എന്ന വിമാനം കാണാതായിരിക്കുന്നു. 239 യാത്രക്കാരുമായി മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നും യാത്രയായ MH370 എന്ന വിമാനം ആകാശത്ത് വെച്ച് കാണാതായിരിക്കുന്നു. ആ യാത്രക്കാർ എവിടെ? ആ വിമാനത്തിന് എന്തു സംഭവിച്ചു? ആ വിമാനം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ലോകത്തിനു മുമ്പിൽ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏവിയേഷന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ തിരച്ചിലായിരുന്നു MH370 എന്ന വിമാനത്തിനായി നടത്തപ്പെട്ടത്. ലോകരാഷ്ട്രങ്ങൾ പങ്കെടുത്തുകൊണ്ട് പല രാജ്യങ്ങളിലായി ഈ വിമാനത്തിനായി തിരച്ചിൽ നടത്തി. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് മിലിറ്ററി റഡാറിലേക്ക് കുറച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നത്. MH370 എന്ന വിമാനം തന്റെ യാത്രയുടെ പകുതിയിൽ വെച്ച് മലേഷ്യയുടെ ഭാഗത്തേക്ക് തന്നെ ടേൺ അടിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും പിന്നീട് അത് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ തീരങ്ങളുടെ സരികിലേക്ക് പോവുകയും ആയിരുന്നു എന്നതായിരുന്നു ആ വിവരങ്ങൾ. എന്നാൽ പിന്നീട് അങ്ങോട്ട് യാതൊരു വിവരവും തന്നെ ലഭ്യമായില്ല. ഈ വിവരങ്ങളെ പിന്തുടർന്നുകൊണ്ട് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. തിരച്ചിൽ ആഴ്ചകളായി നീണ്ടു, ആഴ്ചകൾ മാസങ്ങളായി നീണ്ടു, മാസങ്ങൾ വർഷങ്ങളായി നീണ്ടു. എന്നാൽ MH370 എന്ന വിമാനത്തിനെ പറ്റി യാതൊരു അറിവും തന്നെ ലഭിച്ചിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മഡഗാസ്കറിലെ ഒരു മത്സ്യത്തൊഴിലാളിയായ ഡോറാൻ ടാറ്റാലി എന്ന യുവാവിന്റെ വീട്ടിൽ നിന്നും MH370 എന്ന് തോന്നിക്കാവുന്ന ഒരു ലാൻഡിംഗ് ഗിയർ കണ്ടെത്തുകയാണ്. തന്റെ വീട്ടിൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അദ്ദേഹം അത് സൂക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ പിന്നീട് അത് MH370 അവശിഷ്ടം തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആ വിമാനം എങ്ങനെ അവിടെ എത്തി എന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും ബാക്കിയായി തന്നെ തുടരുകയാണ്. പിന്നീട് ഈ MH370 എന്ന വിമാനത്തിനായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയുണ്ടായി. അതിനായി ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഗോഡ്ഫ്രേയെയും റെക്കേജ് ഹണ്ടറെയും നിയമിക്കുകയുണ്ടായി. ഇവരുടെ നിഗമനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിമാനത്തിന്റെ പൈലറ്റ് മനഃപൂർവ്വം ഇടിച്ചിറക്കുകയായിരുന്നു, കടലിലേക്ക് മനഃപൂർവ്വം ഇടിച്ചിറക്കുകയായിരുന്നു. മറ്റു രാഷ്ട്രീയപരമായോ മറ്റെന്തെങ്കിലും സ്വാധീനമായിരിക്കാം ഇതിന് കാരണം എന്നുമാണ് ഇവരുടെ പഠനത്തിൽ പറയുന്നത്. പക്ഷേ ഇതൊരു നിഗമനം മാത്രമാണ്. കാരണം ഇത് സത്യമാണെങ്കിൽ ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെ? ആ വിമാനത്തിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർ എവിടെ? ആ വിമാനം എവിടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇന്നും നിഗൂഢമായി നിലനിൽക്കുകയാണ്.